Wisdom and knowledge, understanding, love, joy, peace. Wisdom, knowledge, understanding, love, joy, peace. Fill me, fill me, fill me, fill me. Wisdom, knowledge, understanding, love, joy, peace. ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങിയത് തന്നെ ജ്ഞാനം എന്ന വാക്കുകൊണ്ടാണ്. ജ്ഞാനികളുടെ സന്ദർശനം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരിക്കലും ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ നക്ഷത്രം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അത് ഭയങ്കരമായിട്ട് കിട്ടി. പിന്നെ എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ എന്ന സെൻറ്റ് അഗസ്റ്റിൻ്റെ വാക്കുകളും, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. അപ്പോൾ അവിടെ പറയുന്നത് ജ്ഞാനമാണ് ഈശ്വരൻ്റെ രൂപം. അതൊരു പുതിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. ഈശ്വരൻ്റെ രൂപം ജ്ഞാനമാണെന്നറിയുന്നത്. അതുപോലെ തന്നെ ദൈവാത്മാവിൻ്റെ ആത്മാവിൽ ലയിക്കുമ്പോൾ ആബാ പിതാവേ എന്ന് ഞാൻ വിളിക്കും. ആ പാട്ടിനെ യോജിപ്പിച്ചുകൊണ്ട് പറയുവാണ്, ദൈവം അല്ലല്ലോ, നമ്മുടെ കുർബാനയിലെ ഒരു പാട്ടാണ് ആ സമയത്ത് പാടിയത്. അതായത് നമ്മുടെ കൂടെ ബലവാനാകും കർത്താവ് എന്നേക്കും, ആ പാട്ട് പാടിക്കൊണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മളെ ആ ജ്ഞാനത്തിലേക്ക്, നമ്മുടെ കുർബാനയിലേക്ക്, എല്ലാത്തിലേക്കും ഒന്ന് നമ്മളെ ഉറപ്പിക്കുകയായിരുന്നു. പിന്നെ ജ്ഞാനത്തെ തേടുന്നവരെ ജ്ഞാനം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നും, ജ്ഞാനം തേടുന്നവരെ പിന്നെ ദുഃഖവിമുക്തരായിരിക്കുമെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ കാർഡിനൽ ന്യൂമാൻ്റെ ഇതിലൂടെ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നോ അത്രമാത്രം, അതുകൊണ്ട് അതെത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിത വിശുദ്ധി പൂർണ്ണമാകുന്നില്ല എന്ന്. അപ്പം നിരീശ്വരവാദിയോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഞാൻ ഇങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാത്തവരുടെ അവസ്ഥ എന്താണ്? അപ്പം പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു വലിയൊരു അർത്ഥം അതിലൂടെ നമുക്ക് കണ്ടെത്തി തരികയായിരുന്നു. പിന്നെ ജ്ഞാനം ഭൂമിയിൽ വന്ന് നിറയുമ്പോഴാണ് രക്ഷ. എത്രയധികം പേരിൽ ജ്ഞാനം നിറയുന്നു അത്രയധികം ഭൂമിയിൽ രക്ഷയുണ്ടാകുമെന്നും, നമ്മൾ എത്രയധികം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്രയധികം ഭൂമി രക്ഷ കൊണ്ട് നിറയും. അതുപോലെ തന്നെ പിന്നെ യെശയ്യാ പ്രവാചകന്റെ പ്രവചനം 7:14 അത് പൂർത്തിയായി എങ്കിൽ ജ്ഞാനം കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു.